ഹായ് നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പ് NSMC തൃശ്ശൂർ റീജിയനിലാണ് നമ്മളുള്ളത്. നമ്മുടെ കൂടെ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ക്ലാസ് 7-ലെ ടോപ്പ് 3 വിന്നേഴ്സ് ആണ്. സോ നമുക്ക് അവരോട് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാംസ്, എന്താണ് അവരുടെ എക്സ്പീരിയൻസ്, എങ്ങനെയാണ് നമ്മളുടെ എക്സാംസിനെ പറ്റി അറിഞ്ഞത്, അവരുടെ അംബീഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. ഇൻട്രൊഡക്ഷൻ ഒന്ന് പറഞ്ഞോളൂ. എന്റെ പേര് ദേവദർശ്. എവിടെയാണ് പഠിക്കുന്നത്? ഞാൻ ഹോളി ഗ്രേസ് അക്കാഡമിയിലാണ് പഠിക്കുന്നത്. നമ്മുടെ X&Y ഫൗണ്ടേഷന്റെ സ്റ്റുഡന്റ് ആണ്. ഇപ്പൊ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇപ്പൊ ഞാൻ ഇപ്പൊ 7C1-ലാണ്. 7C1-ലാണ്. ഓക്കെ, നമ്മുടെ NSMC തൃശ്ശൂർ റീജിയനിൽ ഏത് റാങ്ക് ആണ് കിട്ടിയിട്ടുള്ളത്? എനിക്ക് റാങ്ക് നമ്പർ 3rd റാങ്ക് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ഇയാളുടെ ഇൻട്രൊഡക്ഷൻ ഒന്ന് പറയും. എന്താണ് പേര്? നവനീത് കൃഷ്ണൻ. ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ശ്രീമർഷി വിദ്യാലയില് 7th B-യിൽ പഠിക്കും. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മളുടെ X&Y ഫൗണ്ടേഷൻ അല്ലെങ്കിൽ X&Yയുടെ NSMC എക്സാമിനെ പറ്റി അറിഞ്ഞിട്ടുള്ളത്? MTSC ന്നാണ് ഞാൻ X&Yയിലേക്ക് ചേർന്നത്. അപ്പൊ MTSC എക്സാംസ് മുന്നേ എഴുതിയിരുന്നോ? ഓക്കെ, ഏതൊക്കെ ക്ലാസ്സിൽ എഴുതിയിട്ടുണ്ടല്ലേ? 5th-ലും 6th-ലും 7th-ലും എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 8ാം ക്ലാസ്സിന്റെ അല്ലെ 7th-ന്റെ നമ്മളുടെ ക്ലാസ്സസ് കണ്ടിട്ടാണ് നമ്മുടെ NSMC എക്സാമിനെ പറ്റി അറിയുന്നതും എഴുതുന്നതും അല്ലെ? ഓക്കെ, സോ ഇയാളുടെ നമ്മളുടെ നവനീതിന് നമ്മുടെ റാങ്ക് 2 ആണ് NSMC എക്സാമിന് കിട്ടിയിട്ടുള്ളത് അല്ലെ? യെസ്. സോ ഇയാളുടെ ഇൻട്രൊഡക്ഷൻ. മൈ നെയിം ഈസ് ബേസിൽ സനോജ്. ഐ എം സ്റ്റഡിങ് അറ്റ് വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ തൃശ്ശൂർ. നമ്മുടെ X&Yയുടെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ ഇപ്പോ X&Y ഫൗണ്ടേഷൻ കോഴ്സ് 7S1-ലാണ് പഠിക്കുന്നത്. ഓക്കെ, സോ അതുപോലെ നമ്മുടെ ബാസിലിന് ഫസ്റ്റ് റാങ്ക് ആണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മുടെ ടോപ്പ് 3 റാങ്ക് ഹോൾഡേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. സോ നിങ്ങളോട് ഞാൻ ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ ഓൺലൈൻ പരീക്ഷകൾ ഇപ്പൊ കുറെ എഴുതിയിട്ടുണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ നമ്മളൊരു ഓഫ്ലൈൻ എക്സാം എഴുതുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്ന് 1 by 1 ആയിട്ട് പറയാം. എങ്ങനെയായിരുന്നു ഓഫ്ലൈൻ എക്സാം NSMC എഴുതിയപ്പോ ഒരു എക്സ്പീരിയൻസ്? കുറച്ച് ഈസി ആയിട്ട് തോന്നി, പക്ഷെ കുറച്ച് ടഫ് ആയിട്ട് തോന്നി. അങ്ങനത്തെ ഒരു ലെവലിലായിരുന്നു. ഓക്കെ, സോ ഒരു മീഡിയം അല്ലെ ഒരു മോഡറേറ്റ് ആയിട്ടാണ് എക്സാം തോന്നിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ OMR എക്സാംസ് എഴുതുമ്പോൾ ഒരു ടഫ്നെസ് ഉണ്ടോ? നമ്മൾ ഓൺലൈൻ ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കിട്ടും അല്ലെ? ആ ഒരു ടൈം മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ടൈം മാനേജ്മെന്റ് ഇത്തിരി പണിയായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. സോ ബേസിൽ എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? എനിക്കും ടൈം മാനേജ്മെന്റ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ OMR ഷീറ്റിൽ എഴുതുമ്പോൾ ഇടയ്ക്ക് വെച്ച് ഓപ്ഷൻസ് മാറിപ്പോകാനുള്ള ഒരു സംശയം തോന്നുന്നുണ്ട്. സോ ദേവദർശൻ എന്താണ്? പിന്നെ ഈ OMR ഷീറ്റ് ആവുമ്പോൾ നമ്മൾ ഓൺലൈൻ എഴുതുമ്പോൾ നമുക്ക് ഒരു ആൻസർ കൊടുത്തതിനെ പിന്നെ നമ്മൾ ഇത്തിരി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, നമുക്ക് മറ്റ് ആൻസറിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് മാറ്റാൻ അങ്ങനെ പറ്റില്ല. യെസ്. സോ OMR എക്സാം അല്ലെ ഓഫ്ലൈൻ എക്സാംസ് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ തന്നെ പോയി മാർക്ക് ചെയ്യണം അല്ലെ? നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിൽ B പോയി മാർക്ക് ചെയ്താൽ ആ ക്വസ്റ്റ്യനും ഇൻകറക്റ്റ് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. ഇനി എനിക്ക് ചോദിക്കാനുള്ള നമ്മുടെ സബ്ജക്ട്സിനെ പറ്റിയാണ്. ഇപ്പൊ നമ്മൾ സയൻസും മാത്സും മെന്റൽ എബിലിറ്റിയും ഒന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് സബ്ജക്റ്റ് ആണ് ടഫ് അല്ലെ ഏതാണ് ഈസി ആയിട്ട് ഇന്നത്തെ എക്സാമിന് തോന്നിയിട്ടുള്ളത്? എനിക്ക് എപ്പോഴും ഈസി മാത്സ് ആണ് ഫേവറേറ്റ് സബ്ജക്റ്റും. ഓക്കെ, സോ ഇന്ന് മാത്സ് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയോ? ഓക്കെ, സോ ബേസിൽ എങ്ങനെയാണ്? എനിക്ക് മാത്സ് ഈസി ആയിരുന്നു, പക്ഷെ സയൻസ് ആണ് കുറച്ച് ടഫ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. സയൻസിൽ തന്നെ ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി ഉള്ള ഡിവിഷൻസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ ഇതിൽ ഏത് പോർഷൻ ആണ് കുറച്ചുകൂടെ? ബയോളജി ക്വസ്റ്റ്യൻസ് ആണ്. ഇയാൾക്കോ? സയൻസ് ആയിരുന്നു ഏറ്റവും ഈസി. മെന്റൽ എബിലിറ്റി ഇത്തിരി ടഫ് ആയിരുന്നു. മെന്റൽ എബിലിറ്റി ടഫ് ആയിരുന്നു. പക്ഷെ നമുക്ക് ഓവറോൾ നമ്മൾ നോക്കിയാൽ നമുക്ക് അറിയാം എന്താണ്, നമ്മൾ എല്ലാ സബ്ജക്ട്സും നന്നായിട്ട് പഠിച്ചാലേ നമുക്ക് നല്ലൊരു എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന സബ്ജക്റ്റിന് തന്നെ ചിലപ്പോൾ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റണം എന്നില്ല അല്ലെ? ഓക്കെ, സോ ഇനി ഫേവറേറ്റ് സബ്ജക്റ്റിന്റെ കാര്യങ്ങൾ നിങ്ങളൊക്കെ പറഞ്ഞു. സോ മാത്സ് ആണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ഫേവറേറ്റ് സബ്ജക്ട്, ഇയാൾക്ക് സയൻസ് ആണ്. സോ മറ്റ് എക്സാമുകൾ എഴുതാൻ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? മറ്റ് കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന പരീക്ഷകളെ പറ്റി ഒന്ന് പറയാം. മാത്സിലുള്ള ഒളിമ്പ്യാഡ് എക്സാംസ്, ബേസിലും ഒളിമ്പ്യാഡ് എക്സാംസിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. സോ മാത്സ് ഒളിമ്പ്യാഡിന്റെ ഫസ്റ്റ് സ്റ്റേജ് IOQM അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് RMO ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ വർഷം എഴുതിയിട്ടുണ്ടോ? നിങ്ങൾ 7th-ലാണ്. അടുത്ത വർഷം മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും അല്ലെ? സോ വേറെ പരീക്ഷകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? MTSC എക്സാംസ് ഉണ്ട്, ന്യൂ മാത്സ് ഉണ്ട്. സോ നമ്മുടെ X&Yയുടെ ഫൗണ്ടേഷൻ ക്ലാസ്സുകളിൽ നിങ്ങൾ യൂട്യൂബ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാനുള്ള ഒരു സപ്പോർട്ട് നമ്മുടെ ചാനലിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്ന് പറയാം. കൂടുതൽ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാനാണെങ്കിലോ ക്ലാസ് കാണാനാണെങ്കിലോ ഉള്ള കാര്യങ്ങൾ? എനിക്ക് പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടിയിട്ടില്ല, കാരണം ഞാൻ എന്റെ തന്നെയായിട്ട് പഠിക്കാണ് മാത്സ്. ഓക്കെ, സോ ക്ലാസ്സുകൾ ആയിരിക്കും MTSCയുടെ കൂടുതലും കണ്ടിട്ടുണ്ടാവുക അല്ലെ? ഓക്കെ, സോ ബേസിലും ദേവർഷും നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് തന്നെയാണ്. അപ്പൊ നമ്മുടെ X&Yയിൽ നമ്മൾ ക്ലാസ് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം കൂടുതൽ MCQ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എന്താണ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന സമയത്ത്? യെസ്. ഓക്കെ,
സോ അടുത്തതായിട്ട് മറ്റ് എക്സാംസിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി മുന്നോട്ട് നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്ന മറ്റ് പരീക്ഷ ഏതൊക്കെയാണ്? ഇപ്പൊ നമ്മൾ ആദ്യത്തെ കുറച്ച് ഒളിമ്പ്യാഡ് എക്സാംസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുറച്ചും കൂടെ ഹയർ ആയിട്ട് നമ്മളിപ്പോൾ എന്താണ് ഒരു +2 ലെവലൊക്കെ കഴിയുമ്പോൾ നല്ലൊരു കോമ്പറ്റേറ്റീവ് എക്സാം നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ എഴുതണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇപ്പോഴേ ചെറിയ എക്സാംസ് എഴുതുന്നത്. അപ്പൊ ഏത് എക്സാം എഴുതാനാണ്? JEE എഴുതാനാണ് താല്പര്യം എന്ന് പറയുന്നുണ്ട്. JEE തന്നെയാണ്. ഇയാൾക്ക് എങ്ങനെയാണ്? JEE തന്നെയാണ്. സയൻസ് ആണ് ഇഷ്ടം, എന്നാലും JEE തന്നെയാണ് താല്പര്യം. ഓവറോൾ ആയിട്ട് നമ്മുടെ എക്സാം വൈയുടെ എക്സാമിനെ പറ്റിയാണെങ്കിലും ക്ലാസ്സുകളെ പറ്റിയാണെങ്കിലും ഒരു ഫീഡ്ബാക്ക് നിങ്ങളൊന്ന് പറയാം. എന്താണ് ഇയാളുടെ ഫീഡ്ബാക്സ് ക്ലാസ്സിനെ പറ്റി? ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നല്ല ക്ലാസ്സസ് തന്നെയായിരുന്നു, ഹൈ ക്വാളിറ്റി ക്ലാസ്സസ് തന്നെയായിരുന്നു. നമുക്ക് ടോപ്പിക്ക് മനസ്സിലാവും, കൂടുതൽ ഈസി ആയിട്ട് നമുക്ക് അത് മനസ്സിലാക്കുന്നതുകൊണ്ട് നമുക്ക് ആ ടോപ്പിക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. സോ ബേസിലിന്റെ ഒരു ഫീഡ്ബാക്ക്. ഞാനിപ്പോ സ്റ്റേറ്റ് സിലബസ് ആണ് പഠിക്കുന്നത്. പക്ഷെ എക്സാം വേ പഠിച്ചപ്പോൾ നമ്മുടെ സിലബസിനേക്കാളും അധികമായിട്ട് കുറച്ചുകൂടി ആക്ടിവിറ്റീസ് എനിക്ക് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ എനിക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനും സാധിച്ചു. സോ നമ്മൾ മറ്റ് പരീക്ഷകളെ പറ്റിയും അറിയുന്നുണ്ട് അല്ലേ? സോ ദേവദർശന്റെ ഒരു ക്ലാസ്സസ് ഈസിയാണ്, പിന്നെ ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നെ ചൂസ് ചെയ്യാം എത്ര ഡിഫിക്കൽട്ടി ഉണ്ടെന്ന്. എനിക്ക് ആ സിസ്റ്റം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് എത്ര കേപ്പബിൾ ആണ് അത്രയും ചെയ്താൽ. ഓക്കെ, താങ്ക് യു.